ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. അനന്തു കൃഷ്ണന്റെ 1000 കോടിയുടെ പാതിവില തട്ടിപ്പിൽ സംസ്ഥാനത്ത് പരാതി പ്രളയം. ഒട്ടുമിക്ക ജില്ലകളിലും തട്ടിപ്പിൽ പരാതിയുമായി നൂറുകണക്കിന് ആളുകൾ രംഗത്തെത്തുകയാണ്. തട്ടിപ്പു കഥകൾ പുറത്തു വരുന്നതിനിടെ പ്രതി അനന്തു കൃഷ്ണന്റെ ആഡംബര വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ കോടതി 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു. പാതിവിലയ്ക്ക് വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ. ജില്ലകൾ തോറും 10,000-ങ്ങളാണ് മോഹന വാഗ്ദാനങ്ങളിൽ കുരുങ്ങിയത്. കണ്ണൂരിൽ മാത്രം 2500-ഓളം പരാതികൾ. പരാതികൾക്ക് അവസാനമില്ല. തട്ടിപ്പ് ശൃംഖലയെത്താത്ത ജില്ലകളുമില്ല. അറസ്റ്റിന് തൊട്ടുമുൻപും അനന്തുകൃഷ്ണൻ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തി. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന വാഗ്ദാനവുമായാണ് വീഡിയോ ചിത്രീകരിച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചത്. ഞാൻ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് സാമ്പത്തിക സമാഹരണം നടത്തി കാര്യങ്ങൾ നീക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലേക്ക് നിങ്ങൾ പകുതി തുക അടച്ച സാധനത്തിന് അതേ പകുതി മൂല്യം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു സേവനം അല്ലെങ്കിൽ ഒരു വസ്തുവാണ് വരാൻ പോകുന്നത്. ഒരു വലിയ കാലതാമസം നിങ്ങളിപ്പോൾ കാത്തു നിന്നിട്ടുണ്ട്. ഒരു ചുരുങ്ങിയ സമയം കൂടി സഹകരിക്കുവാൻ എല്ലാ അപേക്ഷകരോടും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. വഞ്ചിക്കപ്പെട്ടെന്ന് തുറന്നു പറയുകയാണ് തൃശൂർ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ ബുഷറ റഷീദ്. അവരെ സർക്കുലർ പ്രകാരം വായിച്ച് മനസ്സിലാക്കിയിട്ട് അവർ പറയുന്ന ആ സർക്കുലറിലെ അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുത്ത ആളുകളുണ്ട്. അതിൽ ഞാനും ഇരയാണ്. എനിക്ക് ഒരു സ്കൂട്ടറിന് വേണ്ടിയിട്ട് ഞാൻ പൈസ അടച്ചിട്ടുള്ളതാണ്. ഞങ്ങളെ കബളിപ്പിക്കുക എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായിട്ടുള്ളത്. വയനാട്ടിൽ അക്ഷയ സെന്റർ വഴിയാണ് കൂടുതൽ പേരും തട്ടിപ്പിന് ഇരകളായത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് ഇടുക്കിയിൽ തട്ടിപ്പിന് ഇരയായവരുടെ തീരുമാനം. ഇതിനിടെ അനന്തുകൃഷ്ണന്റെ പേരിലുള്ള മുഴുവൻ അക്കൗണ്ടുകളും പോലീസ് മരവിപ്പിച്ചു. 19 അക്കൗണ്ടുകളിലേക്കാണ് പണമെത്തിയത്. അനന്തുകൃഷ്ണനെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതിനിടെ നാഷണൽ NGO കോൺഫെഡറേഷന്റെ വെബ്സൈറ്റ് അപ്രത്യക്ഷമായി. വിപുലമായ പ്രാദേശിക നെറ്റ്വർക്ക് ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പ്. ജനപ്രതിനിധികളടക്കം സാമൂഹിക അംഗീകാരമുള്ളവരെയെല്ലാം പ്രചരണത്തിനായി പ്രയോജനപ്പെടുത്തി. അനന്തുകൃഷ്ണന്റെ ഒരക്കൗണ്ടിൽ മാത്രം എത്തിയത് 400 കോടി. സംസ്ഥാനം സമീപകാലത്ത് സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ തട്ടിപ്പ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പാതിവില വാഗ്ദാനത്തിന്റെ തട്ടിപ്പ് മനസ്സിലാക്കി നാഷണൽ NGO കോൺഫെഡറേഷനിൽ നിന്ന് നേരത്തെ രാജിവെച്ചെന്ന് സായി ഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാർ. അനന്തുകൃഷ്ണനെ തന്നെ പരിചയപ്പെടുത്തിയത് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് ആണെന്നും ആനന്ദ്കുമാർ പറഞ്ഞു. ആനന്ദ്കുമാർ പറഞ്ഞത് നുണയാണെന്ന് പറഞ്ഞ ലാലി വിൻസെന്റ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തുകൃഷ്ണനെ 6 വർഷം മുൻപ് ലാലി വിൻസെന്റാണ് തന്നെ പരിചയപ്പെടുത്തിയതെന്ന് സായിഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദ്കുമാർ. അതിനുശേഷം കുറച്ചുകാലം സുഹൃത്തായിരുന്നു. പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കാണാൻ പോകുന്നു എന്നറിഞ്ഞ് അനന്തുകൃഷ്ണനും ഒപ്പം കൂടിയായിരുന്നുവെന്ന് KN ആനന്ദ്കുമാർ. 6-7 വർഷത്തിന് മുമ്പ് ലാലി വിൻസെന്റാണ് ഒരു ഫണ്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇയാളെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. NGOs കോൺഫെഡറേഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണലാണെങ്കിലും നമ്മൾ 1 രൂപ മേടിച്ചിട്ടില്ല. നമ്മൾ ഇതിൻ്റെ ബാനറിൽ യാതൊരു കാര്യവും ചെയ്തിട്ടില്ല. അയാളുടെ 4 കമ്പനി, പ്രൈവറ്റ് കമ്പനികളാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത സാമ്പത്തിക ഡീലിംഗ്സ് എല്ലാം. തനിക്ക് പരിചയമുള്ള കുറച്ചു പേർക്ക് ബൈക്കുകളും മറ്റ് തയ്യൽ മെഷീൻ അടക്കമുള്ള കാര്യങ്ങളും നൽകി. എന്നാൽ CSR ഫണ്ട് പ്രകാരമല്ല ഇവ അനന്തുകൃഷ്ണൻ നൽകിയതെന്നും ആനന്ദ്കുമാർ പറഞ്ഞു. എന്നാൽ ആനന്ദ്കുമാറിനെതിരെ ലാലി വിൻസെന്റ് രംഗത്തെത്തി. ആനന്ദ്കുമാറും അനന്തുകൃഷ്ണനും തമ്മിൽ വർഷങ്ങളായി ബന്ധമുണ്ട്. ആനന്ദ്കുമാറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രതികരണം. അനന്തുകൃഷ്ണനും ആനന്ദകുമാറും തമ്മിൽ വർഷങ്ങളായി ബന്ധമുണ്ട് എന്നതിന് അവരുടെ വെബ്സൈറ്റിലും അവരുടെ എല്ലാ സ്ഥലങ്ങളിലും റെക്കോർഡുകളുണ്ടല്ലോ. ബഹുമാനപ്പെട്ട പോലീസിന് അതൊക്കെ എടുക്കാൻ സാധിക്കും. ആനന്ദകുമാർ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഞാനിപ്പോൾ വക്കീലിനെ കണ്ട് നിയമ നടപടികൾ ആരംഭിക്കും. കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 2ാം പ്രതിയാണ് KN ആനന്ദ്കുമാർ. കേസിൽ ലാലി വിൻസെന്റ് 7ാം പ്രതിയാണ്. 24 തിരുവനന്തപുരം. 1000 കോടിയിലേറെ രൂപയുടെ പാതിവില തട്ടിപ്പ് നടത്തിയ അനന്തുകൃഷ്ണൻ വാങ്ങിക്കൂട്ടിയത് കോടികളുടെ ഭൂസ്വത്ത്. കർണാടകയിൽ മുന്തിരിത്തോട്ടവും പാലക്കാട് അമ്മയുടെ പേരിൽ തെങ്ങിൻ തോപ്പും പാലാ നഗരത്തിൽ 40 സെന്റ് ഭൂമിയും വാങ്ങി. അനന്തുകൃഷ്ണന്റെ അറസ്റ്റിന് പിന്നാലെ അമ്മയും സഹോദരിയും തൊടുപുഴയിലെ വീട് പൂട്ടി മുങ്ങി. CSR ഫണ്ട് തട്ടിപ്പിലൂടെ കോടികൾ സ്വന്തമാക്കിയ അനന്തകൃഷ്ണൻ പ്രദേശത്ത് തന്നെ വാങ്ങിയ 1 ഏക്കറിലധികമുള്ള റബ്ബർ തോട്ടമാണിത്. ഇത്തരത്തിൽ നിരവധി ഭൂമികളാണ് ഈ പ്രദേശത്ത്
സ്വന്തം പേരിലും ബന്ധുക്കളുടെ പേരിലുമായി അനന്തകൃഷ്ണൻ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. സാധാരണക്കാരന്റെ പകുതി വിലയ്ക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി വാങ്ങിയ പണം ഉപയോഗിച്ചാണ് അനന്തകൃഷ്ണൻ സഹോദരിയുടെയും അമ്മയുടെയും സഹോദരി ഭർത്താവിന്റെയും പേരിൽ കോടിക്കണക്കിന് രൂപയുടെ ഭൂമി സ്വന്തമാക്കിയത്. സഹോദരിയുടെ വീടിന് മുന്നിൽ 13 സെന്റ് സ്ഥലവും തൊട്ടടുത്ത് തന്നെ 1 ഏക്കർ റബ്ബർ തോട്ടവും 33 സെന്റ് ഭൂമിയും ചോദിച്ച പണം കൊടുത്താണ് അനന്തകൃഷ്ണൻ വാങ്ങിയത്. പാലാ നഗരത്തിൽ കോടികൾ വില വരുന്ന 40 സെന്റ് ഭൂമിയാണ് അനന്തകൃഷ്ണൻ അമ്മയുടെ പേരിൽ വാങ്ങിയത്. ഇതിനു പുറമെ പാലക്കാട് തെങ്ങിൻ തോട്ടവും കർണാടകത്തിൽ മുന്തിരിത്തോട്ടവും തട്ടിപ്പണം ഉപയോഗിച്ച് വാങ്ങി. മുൻപ് തന്നെ തട്ടിപ്പ് നടത്തി പരിചയമുള്ള ആളാണ് അനന്തകൃഷ്ണൻ എന്ന് നാട്ടുകാരും പറയുന്നു. അത് ഇതുപോലെ മനുഷ്യനോ അങ്ങനെയുള്ള പല പരിപാടികളാണ്. ഏത് വർഷമായാലും 2018-19 അങ്ങോട്ടാന്ന് തോന്നുന്നു ഒന്ന് പോയത്. അതിന് മുമ്പ് നിറയെ പോയിട്ടുണ്ട്. പലർക്കും പൈസ കൊടുക്കാണ്ടെന്നറിയാം. എങ്കിലും ഇവിടെ ഒത്തിരി പേര് പെട്ടുപോയിട്ടുണ്ട്. ഇതിനു പുറമെ തട്ടിപ്പ് പണം ഉപയോഗിച്ച് കാറുകളും ബൈക്കുകളും അടക്കം വാങ്ങിക്കൂട്ടിയിരുന്നു. തട്ടിപ്പ് കേസിൽ അനന്തകൃഷ്ണൻ അകത്തുപോയതിനു പിന്നാലെ വീട് പൂട്ടി അമ്മയും സഹോദരിയും അടക്കം മുങ്ങി. അമ്മയോടൊപ്പം താമസിച്ചിരുന്ന വീട് പൂട്ടിയിട്ട നിലയിലാണ്. മൂവാറ്റുപുഴ നഗരത്തിൽ തന്നെ മുഴുവൻ പണവും കൊടുത്ത് സ്വന്തമാക്കിയ 2 ഭൂമികളുടെ രജിസ്ട്രേഷൻ നടത്താനും അനന്തകൃഷ്ണൻ പദ്ധതിയിട്ടിരുന്നു. ജയിലിലായതിനാൽ മാത്രമാണ് ഈ രജിസ്ട്രേഷൻ നടക്കാതെ പോയത്. തട്ടിപ്പ് പണം ഉപയോഗിച്ച് സ്വന്തമാക്കിയ ഈ ഭൂമിയെല്ലാം കണ്ടുകെട്ടാൻ അടുത്ത ദിവസം തന്നെ നടപടി തുടങ്ങാനാണ് പോലീസിന്റെ നീക്കം. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. അതേസമയം വിവാദ പദ്ധതിയിലേക്ക് ക്ഷണിച്ചത് സൈഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടറായ KN ആനന്ദകുമാർ എന്ന BJP നേതാവ് AN രാധാകൃഷ്ണൻ. അനന്തകൃഷ്ണന്റെ തട്ടിപ്പിൽ താൻ നേതൃത്വം നൽകുന്ന സൈൻ സംഘടനയ്ക്ക് പങ്കില്ല എന്നും ഞങ്ങൾ ഇരകളാണ് എന്നുമാണ് AN രാധാകൃഷ്ണന്റെ പ്രതികരണം. പദ്ധതിയുടെ ഭാഗമായത് ജനസേവനത്തിന് വേണ്ടിയെന്നാണ് AN രാധാകൃഷ്ണന്റെ വിശദീകരണം. സായിഗ്രാം ചെയർമാൻ KN അനന്തകുമാറാണ് ക്ഷണിച്ചത്. പാതിവില പദ്ധതിക്കായി അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഫെഡറേഷൻ രൂപീകരിച്ചിരുന്നു. ഈ ഫെഡറേഷനിൽ താനോ തന്റെ സംഘടനയോ ഭാഗമല്ല. ഫെഡറേഷനിൽ നിന്ന് അനന്തകുമാർ പിന്മാറിയതറിഞ്ഞെങ്കിലും സൈൻ സംഘടന സ്കൂട്ടറുകൾക്കായി പണം നൽകിയതിനാൽ ഒഴിവാകാൻ കഴിഞ്ഞില്ലെന്നും AN രാധാകൃഷ്ണൻ. അനന്തകുമാർജി എന്നോട് സൂചിപ്പിച്ചു, ഈ തയ്യൽ മെഷീന്റെയും സ്കൂട്ടറിന്റെയും ഒക്കെ പരിപാടികൾ വരുന്നുണ്ട്, നല്ലതാണ്, സഹകരിക്കാം. ഞങ്ങൾ ഈ കമ്പനികൾ അല്ലെങ്കിൽ നമ്മുടെ കോൺഫെഡറേഷനുമായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് ഏജൻസികളുമായോ 1 രൂപ പോലും ഞങ്ങൾ ഡൊണേഷൻ വാങ്ങിയിട്ടില്ല. ഞങ്ങൾ വെറും ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ്, കോൺഫെഡറേഷനിൽ അംഗമല്ല. ചിലർ മാത്രമാണ് പണം തിരികെ ആവശ്യപ്പെട്ടത്. ഇവർക്കെല്ലാം പണം നൽകുമെന്നും AN രാധാകൃഷ്ണൻ. തട്ടിപ്പ് മനസ്സിലായതോടെ സൈൻ സംഘടനയുടെ തന്നെ പണം ഉപയോഗിച്ചാണ് സ്കൂട്ടറുകൾ വിതരണം ചെയ്യുന്നത്. കൈകൊഴുകി ഓടി രക്ഷപ്പെടില്ലെന്നും വിശദീകരണം. സൈൻ SIGN എന്ന് പറയുന്ന സൈൻ എന്ന സ്ഥാപനവുമായി ബുക്ക് ചെയ്ത ആളുകളുടെ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ പണം നേരത്തെ വിതരണം കൊടുത്ത് ഇരയാക്കപ്പെട്ട ആളുകളാണ്. ഇപ്പൊ പല ആളുകളും കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. അതേപോലെ ഞങ്ങൾ അവിടേക്ക് കടക്കുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഞാനതിൽ നിന്ന് കൈ കഴുകി ഓടാൻ തയ്യാറല്ല. അതേസമയം കോടികളുടെ തട്ടിപ്പിനിരയായിട്ടും അനന്തകൃഷ്ണനെതിരെ AN രാധാകൃഷ്ണൻ ഇതുവരെ പരാതി നൽകിയിട്ടില്ല. 24, കൊച്ചി. അനന്തകൃഷ്ണന്റെ പാതിവില തട്ടിപ്പ് പദ്ധതിയുടെ ഭാഗമായി കിട്ടിയ സ്കൂട്ടറിലും തട്ടിപ്പ്. കോട്ടപ്പുറം സ്വദേശി വിജയലക്ഷ്മിക്ക് ലഭിച്ച സ്കൂട്ടർ 48 കിലോമീറ്റർ ഓടിയ ശേഷം തകരാറിലായി. കഴിഞ്ഞ 1.5 മാസമായി വീട്ടിൽ അനക്കാൻ കഴിയാതെ നിർത്തിയിട്ട സ്കൂട്ടറിന്റെ തകരാർ പരിഹരിക്കാൻ സമീപത്തൊന്നും സർവീസ് സെന്ററുമില്ല. പണം മുൻകൂർ വാങ്ങി സ്കൂട്ടർ ലഭിച്ചില്ലെന്ന പരാതികൾ വരുമ്പോഴാണ് കിട്ടിയ സ്കൂട്ടറിലെ തട്ടിപ്പും പുറത്തുവരുന്നത്. കൊണ്ടോട്ടി മുതുവല്ലൂരിലെ KMC ചാരിറ്റബിൾ സൊസൈറ്റിയാണ് സ്കൂട്ടർ വിജയലക്ഷ്മിക്ക് നൽകിയത്. നിരത്തിലോടിക്കാൻ ലൈസൻസ് വേണ്ടെന്ന ആകർഷണമാണ് ഇലക്ട്രിക് സ്കൂട്ടർ തിരഞ്ഞെടുക്കാൻ കാരണം. 1.5 മാസത്തിനിടെ ആകെ ഓടിക്കാനായത് 48 കിലോമീറ്റർ മാത്രം. ഓടിക്കാൻ പറ്റണില്ല. വേറെ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ട്. സ്റ്റാർട്ട് ഓണാക്കുമ്പോഴേക്ക് ആ ഒരു സൗണ്ട്. അങ്ങനെ നിൽക്കൽ തുടങ്ങിയിട്ടിപ്പോൾ ഒരു 1.5 മാസമായി. ഡിസംബറിലാണ് കിട്ടിയത്. ഇപ്പോൾ ഒന്നുമില്ല. ആക്രിക്കാർക്ക് കൊടുക്കണ രീതിയിൽ ഇവിടെ മുറ്റത്ത് കിടക്കുന്നുണ്ട്. സ്കൂട്ടറിന്റെ വില നൽകിയതിന് ബില്ലുൾപ്പെടെ ഒരു രേഖയും നൽകാത്തതിനാൽ മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കാനും ഇവർക്ക് കഴിയുന്നില്ല. കൊണ്ടോട്ടിയിലും പരിസരത്തും പണം നൽകിയ നിരവധി പേർക്ക് ഇനിയും സ്കൂട്ടർ ലഭിക്കാനുണ്ട്. പണം ആവശ്യപ്പെടുന്നവർക്ക് തിരിച്ചു നൽകി തടിയൂരാനാണ് KMCയുടെ ശ്രമം. ഔദ്യോഗികമായി പ്രതികരണവുമില്ല. അനന്തകൃഷ്ണന്റെ NGO വഴി കൊണ്ടോട്ടിയിൽ പകുതി വില പ്രചരണത്തിന് നേതൃത്വം നൽകിയത് KMC എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. 24, മലപ്പുറം.
ഇപ്പോൾ ചില പ്രധാന വിവരങ്ങൾ കൂടി വരുന്നുണ്ട് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്. അനന്തു കൃഷ്ണന്റെ കസ്റ്റഡി അപേക്ഷയിലെ വിവരങ്ങളാണ് 24 ലഭിച്ചത്. പ്രതിക്ക് ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കൂട്ടുപ്രതികൾ ഉന്നത ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കളാണ് എന്നുകൂടി കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് പറയുന്നുണ്ട്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും. ശ്യാമ, അല്പസമയം മുമ്പാണ് ഇയാളെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നത്. കസ്റ്റഡി അപേക്ഷയിൽ പറയുന്ന ഉന്നതർ, അവരെപ്പറ്റി എന്തെങ്കിലും സൂചനകളുണ്ടോ? അതിൽ പേര് ഏതെങ്കിലും പരാമർശിക്കുന്നുണ്ടോ ഈ കസ്റ്റഡി അപേക്ഷയിൽ പോലീസ്? വിജയകുമാർ, നേതാക്കളുടെ ആരുടെയും പേര് പറയുന്നില്ല എങ്കിലും കസ്റ്റഡി അപേക്ഷയിൽ വളരെ കൃത്യമായി പോലീസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിക്ക് ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ മാത്രമേ ഈ വിഷയത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രതിക്ക് ജാമ്യം നൽകിയാൽ അത് കേസ് അന്വേഷണത്തെ ബാധിക്കും. ഈ രാഷ്ട്രീയ ബന്ധം പ്രതി ഉപയോഗപ്പെടുത്താൻ സാധ്യത, അങ്ങനെ വളരെ വ്യക്തമായി തന്നെ കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. ഇതിനു പുറമെ കേരളത്തിന് പുറത്ത് ബിനാമി പേരിൽ പ്രതി സ്വത്തുക്കൾ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്, ബന്ധുക്കളുടെ പേരിൽ പണം കൈമാറിയിട്ടുണ്ട്. കൂട്ടുപ്രതികൾ എല്ലാവരും തന്നെ ഈ കേസിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള കൂട്ടുപ്രതികൾ എല്ലാവരും തന്നെ രാഷ്ട്രീയ ബന്ധമുള്ള ആളുകളാണ് എന്നീ വിവരങ്ങളും പോലീസ് മൂവാറ്റുപുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അല്പസമയം മുമ്പ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുന്നതിനും തെളിവെടുപ്പിനും വേണ്ടിയാണ് പ്രതിയെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. ഈ ആവശ്യമാണ് കോടതി അംഗീകരിക്കുകയും 5 ദിവസത്തെ കസ്റ്റഡിയിൽ പ്രതിയെ വിട്ടുകൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനു പുറമെ തട്ടിയെടുത്ത പണം ചില ധനകാര്യ സ്ഥാപനങ്ങളിൽ പ്രതി നിക്ഷേപം നടത്തിയതായും പോലീസ് സംശയിക്കുന്നുണ്ട്. അക്കാര്യവും പോലീസ് കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ പ്രതിയുടെ പെൻഡ്രൈവ്, ഐഫോൺ, ഫോണുകൾ എന്നിവ പോലീസ് അറസ്റ്റ് സമയത്ത് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം തുറന്നു പരിശോധിക്കാൻ പ്രതിയുടെ സാന്നിധ്യം ആവശ്യമാണ് എന്നുള്ളതാണ് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പ്രതിയുടെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളായിരുന്നു. അത് പോലീസും ശരിവെക്കുന്നു. പ്രതിക്ക് ഉന്നത ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധമുണ്ട്. അത് പ്രതി കേസ് അന്വേഷണത്തിൽ ജാമ്യം ലഭിച്ചാൽ ഉപയോഗപ്പെടുത്തുമെന്നുള്ളത് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു. പോലീസ് കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് പ്രതിയുടെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ചുള്ള സൂചന തന്നെ നൽകിയിരിക്കുന്നത്. ഈ കേസിൽ 1000 കോടി രൂപയിലേറെ സാധാരണക്കാരിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട കേസാണ്. അതുകൊണ്ട് തന്നെ പ്രതിയുടെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ കേസിൽ പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ ഉപയോഗപ്പെടുത്താൻ സാധ്യത എന്ന് സംസ്ഥാനം സമീപ നാളുകളിൽ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിലെ പ്രതിക്ക് കേരളത്തിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധം, അതിൻ്റെ കൂടി വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പോലീസ് തന്നെ സൂചിപ്പിക്കുന്നത്. കൂട്ടുപ്രതികൾ ഉന്നത ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കളാണ് എന്ന് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. തന്നെയുമല്ല, ഈ പ്രതിക്ക് മറ്റ് വലിയ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് ജാമ്യം നൽകുകയോ അല്ലെങ്കിൽ പുറത്തിറങ്ങുകയോ ഒക്കെ ചെയ്താൽ ഈ കേസിൽ അന്വേഷണത്തെ അത് ബാധിക്കുമെന്ന് ആണ് കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് പറയുന്നത്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. പാതിവില തട്ടിപ്പിൽ ലാലി വിൻസെന്റിനെതിരെ കേസെടുത്തതിനെ വിമർശിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ലാലി വിൻസെന്റ് അവരുടെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു. അവർക്കെതിരെ എങ്ങനെ കേസെടുക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അനന്തു കൃഷ്ണന്റെ NGO തന്നെയും സമീപിച്ചിരുന്നു എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അവരുടെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു. ലീഗൽ അഡ്വൈസർക്കെതിരെ എങ്ങനെ കേസെടുക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അത് കോൺഗ്രസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. കോൺഗ്രസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. തീർച്ചയായിട്ടും പരിശോധിക്കും. നമ്മൾ ആദ്യത്തെ ഒരു പ്രൈമാഫസി ഇൻഫർമേഷനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്റെ നിയോജക മണ്ഡലത്തിൽ വരെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നടന്നിട്ടുണ്ട്. കേരളം മുഴുവൻ നടന്നിട്ടുണ്ട്. എല്ലായിടത്തും ബോർഡ് വെച്ച് വിതരണം നടത്തുവാണ്. എന്റെയിലും കൊണ്ടുവന്നാണ് ഒരു എഗ്രിമെന്റ് വെക്കണമെന്നും പറഞ്ഞുകൊണ്ട്. എന്റെ ഭാഗ്യത്തിന് എഗ്രിമെന്റ് വെച്ചില്ല. എല്ലാ MLA മാരെയും അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും പല MLA മാരെയും അവരുടെയൊക്കെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ചെയ്തിരുന്നത്. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ ഇന്ത്യക്കാരെ മനുഷ്യത്വരഹിതമായി നാടുകടത്തിയ അമേരിക്കൻ നടപടിയിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും വിശദീകരണം നൽകാൻ കേന്ദ്ര സർക്കാർ. വിഷയത്തിൽ ഇരുസഭകളിലും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. सदन में ये तरीका आपका उचित नहीं है. मैं आपको आग्रह करता हूं, प्रश्नकाल महत्वपूर्ण समय होता है. आपके सारे विषय गंभीर और संज्ञान में सरकार ने लिए हैं और क्योंकि विदेश नीति का मामला है, दूसरे देश का विषय है, उनकी अपनी पॉलिसी नीतियां होती है. भारत सरकार इस पर गंभीर है. मैं आपसे आग्रह करता हूं कि आप सदन को चलने दें, व्यवधान पैदा नहीं करने दें. हर रोज प्रश्नकाल में गतिरोध उत्पन्न कर आप भारत के मतदाताओं का अपमान कर रहे हैं. ये उचित नहीं है. मैं पुनः आग्रह करता हूं, आप सदन चलना चाहते हैं, प्रश्नकाल चलाना चाहते हैं,
नहीं चलाना चाहते, प्रश्नकाल नहीं चलाना चाहते, सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है। 2 മണിക്ക് രാജ്യസഭയിലും 3 മണിക്ക് ലോക്സഭയിലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രസ്താവന നടത്തും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് 4-ന് രാജ്യസഭയിൽ മറുപടി നൽകുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒരു പ്രതിരോധത്തിൽ തന്നെയാണ്. കാരണം ഈ അമേരിക്കൻ പ്രത്യേക വിമാനത്തിൽ, അവരുടെ യുദ്ധ വിമാനത്തിൽ ഇന്നലെ അമൃത്സറിൽ ഇറങ്ങിയ ഇന്ത്യക്കാർ അവരുടെ കൈകാലുകൾ ബന്ധിച്ചിരുന്നു എന്ന് അവർ തന്നെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. അവർ പലരും ഇന്നൊക്കെ വീടുകളിൽ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ വരുന്നു, ആ ദൃശ്യങ്ങൾ വരുന്നു. അപ്പോൾ അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായി ഇക്കാര്യത്തിലുള്ള ആഗോള തലത്തിലുള്ള UN ഒക്കെ ചട്ടങ്ങളാകെ ലംഘിച്ച് അമേരിക്ക നടത്തിയ ഈ നീക്കത്തെ എങ്ങനെയായിരിക്കും കേന്ദ്രം ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത് എന്നതൊരു വലിയ ചോദ്യമാണ്. ഇതിന് മുന്നോടിയായി ജയശങ്കർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ബൽറാം? വിജയകുമാർ, ഈ അമേരിക്കയുടെ നടപടി കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മടങ്ങിയെത്തിയവർ തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ സംബന്ധിച്ച് മാധ്യമങ്ങളോടും കുടുംബാംഗങ്ങളോടും വിശദീകരിച്ചിരുന്നു. കാൽച്ചങ്ങലകൾ കൈച്ചങ്ങലകളും അണിയിച്ചുകൊണ്ട് ഇവരെ 40-ലേറെ മണിക്കൂർ ഭക്ഷണമോ അല്ലെങ്കിൽ പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ അവസരം നൽകാതെയാണ് കൊണ്ടുവന്നത്. ഇവരെ ഈ വിഷയം പാർലമെന്റിൽ ശക്തമായി തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും അമേരിക്ക ഇന്ത്യയുമായുള്ള ബന്ധം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപുമായുള്ള ബന്ധം ഉൾപ്പെടെ ഉന്നയിക്കുകയും കൂടാതെ ഈ ഇന്ത്യക്കാരെ മടക്കി കൊണ്ടുവരാൻ ഇന്ത്യക്ക് വിമാനങ്ങൾ ഇല്ലായിരുന്നു എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇവരുടെ ആത്മാഭിമാനം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന നടപടിയാണ് ഉണ്ടായത് എന്നും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകണം എന്നുമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഇന്ന് രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി മറുപടി പറയാൻ ഇരിക്കെ പ്രതിപക്ഷം ഈ വിഷയം രാവിലെ മുതൽ തന്നെ ഉന്നയിക്കുകയും രാജ്യസഭയിലും ലോക്സഭയിലും നിമിഷങ്ങൾ കൊണ്ട് തന്നെ സഭാ നടപടികൾ തടസ്സപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. 12 മണിക്ക് വീണ്ടും സമ്മേളിപ്പിച്ചപ്പോഴും ഈ പ്രതിഷേധം ഉയർന്ന ഘട്ടത്തിലാണ് ചെയർമാൻ ഈ വിഷയത്തിൽ വിദേശകാര്യമന്ത്രി വിശദീകരണം നൽകും എന്ന് സഭാംഗങ്ങളെ അറിയിച്ചത്. എന്നാൽ ആ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ഇത് സ്വമേധയാ സർക്കാർ എടുത്ത തീരുമാനമല്ലല്ലോ, പ്രതിഷേധത്തെ തുടർന്ന് ചെയർമാൻ ആവശ്യപ്പെട്ടതനുസരിച്ചല്ലേ എന്ന് ചോദിക്കുകയായിരുന്നു. എന്നാൽ ജയശങ്കർ തന്നെ എഴുന്നേറ്റ് നിന്ന് താൻ തന്നെയാണ് ഈ വിഷയത്തിൽ വിശദീകരണം നൽകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചെയറിനെ അറിയിച്ചത് എന്ന് വ്യക്തമാക്കി. തുടർന്നാണ് 2 മണിക്ക് രാജ്യസഭയിൽ വിശദീകരണം നൽകുന്നത്. 3 മണിക്ക് ലോക്സഭയിലും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകും. ഈ വിഷയത്തിൽ ഇന്ത്യക്കാരെ തിരികെ ഇന്ത്യയിൽ എത്തിക്കുന്നത് വരെയും ഔദ്യോഗികമായി പ്രതികരിക്കാൻ US-ഓ ഇന്ത്യയോ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഒരു ഗൗരവതരമായ സാഹചര്യമാണ്. അതിനുശേഷം പിന്നീട് പ്രചരിച്ച ചിത്രങ്ങൾ സംബന്ധിച്ച് ഇത് യഥാർത്ഥ ചിത്രങ്ങളല്ല എന്ന് PIB വിശദീകരിച്ചു എങ്കിൽ പോലും മടങ്ങിയെത്തിയവർ തങ്ങളുടെ അനുഭവം തന്നെ പങ്കുവച്ചതാണ് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. ഇനിയുള്ള ബാക്കിയുള്ള ഈ അനധികൃത കുടിയേറ്റക്കാരെ കൂടി തിരികെ എത്തിക്കുന്നതിനുള്ള നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ സർക്കാരിന്റെ ഈ പ്രസ്താവന ഏറെ നിർണായകമാകും. വിജയകുമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ അമേരിക്കയിലേക്ക് പോകാനിരിക്കുന്നു. ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നു. അതിനിടെയാണ് ഈ ദൃശ്യങ്ങൾ, ഈ വിവരങ്ങൾ ഒക്കെ പുറത്തു വരികയും പ്രതിപക്ഷം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ ഏതാണ്ട് ചോദ്യമുനയിൽ നിർത്തുകയും ചെയ്യുന്നത്. എന്താണ് 2 മണിക്ക് കേന്ദ്ര വിദേശകാര്യമന്ത്രിയും രാജ്യസഭയിലും പിന്നീട് ലോക്സഭയിലും പറയാനിരിക്കുന്നത് എന്നത് രാജ്യം ഉറ്റുനോക്കുന്നുണ്ട്. വിശദാംശങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്. കേരള സർവകലാശാല ആസ്ഥാനത്ത് ഇന്നും SFI പ്രതിഷേധം. പുതിയ വിദ്യാർത്ഥി യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ VC അനുവദിക്കാത്തതിലും ഇന്നലത്തെ പോലീസ് നടപടിയിലും പ്രതിഷേധിച്ചാണ് SFIയുടെ ഇന്നത്തെ പ്രതിഷേധം. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോഴും അയവ് വന്നിട്ടില്ല എന്നാണോ കരുതേണ്ടത്? പ്രവർത്തകർ അവിടെ തുടരുകയാണോ?
വിജയകുമാർ, SFI പ്രവർത്തകർ ഏതാണ്ട് സമരം അവരുടെ ഇന്നത്തെ സമരരീതി അവസാനിപ്പിക്കാൻ പോവുകയാണ്. 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു SFIയുടെ ഇന്നത്തെ കേരള സർവകലാശാല ആസ്ഥാനത്തേക്കുള്ള മാർച്ച് നടത്തിയത്. ഒന്ന്, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംവിധാനത്തെ അതിനെ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കാൻ അതല്ലെങ്കിൽ അതിനെ ചുമതലയേൽക്കാൻ VC ഇടപെട്ട അദ്ദേഹം അത് തടയുന്നു എന്നുള്ളത് ഒന്നാമത്തെ ആരോപണം. രണ്ടാമത്തേത്, അതിനെതിരെ പ്രതിഷേധം നടത്തിയിട്ടുള്ള SFI പ്രവർത്തകരുടെ കുടിലടക്കം പൊളിച്ചു കളഞ്ഞുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതിലെ പ്രതിഷേധം. മൂന്നാമത്തേതാകട്ടെ, സർവകലാശാലകളെ പുതപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ അത് ചില VC-മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇത് മൂന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI മാർച്ച് നടത്തിയത്. ഏതാണ്ട് 8ഓളം തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഭാഗത്തു നിന്ന് കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് വന്ന SFI പ്രവർത്തകർ ആദ്യം തന്നെ ബാരിക്കേഡ് ഭേദിച്ച് കേരള സർവകലാശാല ആസ്ഥാനത്തിനകത്തേക്ക് കടക്കാനാണ് ശ്രമിച്ചത്. അതോടുകൂടിയാണ് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളും സംഘർഷങ്ങളും ഉണ്ടായത്. ഏതാണ്ട് 8ഓളം തവണ ജലപീരങ്കി പ്രയോഗിച്ചു. അതിൽ 5ാമത്തെ തവണ ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ പോലീസ് വാഹനത്തിന് നേർക്ക് പാഞ്ഞെടുക്കുന്ന SFI പ്രവർത്തകരെയും ഇന്നത്തെ സമരത്തിൽ നമ്മൾ കണ്ടു. അതിനുശേഷം വീണ്ടും ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം നടത്തി. അതിന് പിന്നാലെയാണ് ഈ കോമ്പൗണ്ട് മറികടന്നുകൊണ്ട് കേരള സർവകലാശാല ഈ ആസ്ഥാനത്തിനകത്തെ പടിക്കെട്ടിൽ അവർ നടത്തി വന്നിരുന്ന സമരം അത് സമാനമായ രീതിയിൽ തന്നെ തുടരാൻ SFI ബാനർ അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവിടേക്ക് എത്തിയത്. അത് വീണ്ടും ആ സമരം അവർ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ആ സമരത്തിന്റെ കുടിലടക്കമുള്ള കാര്യങ്ങൾ പൊളിച്ചു കളയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ അത് ഇനി വേണ്ട, അതല്ലെങ്കിൽ അത് വീണ്ടും സമരം തുടരും എന്നുള്ളൊരു നിലപാടിലേക്ക് SFI മാറുകയായിരുന്നു. ഏതായാലും ഇന്നത്തെ സമരം ഏതാണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നു SFI. അതേസമയം കേരള VC മോഹൻ കുന്നുമ്പലിനെതിരെ കേരള സർവകലാശാല ആസ്ഥാനത്ത് അവർ നടത്തി വന്നിരുന്ന സമരം, സത്യാഗ്രഹ സമരം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും, അത് തുടരും. ഇന്ന് അവരുടെ സമരം അവർ സമരത്തിനെത്തിയപ്പോൾ ഈ നമ്മുടെ ഒരു ഫ്ലക്സ് ഉൾപ്പെടെയുള്ള ഒരു ബാനർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർവകലാശാല ഗേറ്റിന് മുൻപിൽ അവർ പതിച്ചിരുന്നു. അതിൽ കേരള VC-യെ കാണുവാനില്ല, ഈ VC-യുടെ ചിത്രത്തിൽ RSS-ന്റെ ഛായയുള്ള ചില കാര്യങ്ങളടക്കം അവർ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ രാഷ്ട്രീയമായി കൂടിയുള്ളൊരു മറുപടിയാണ് SFI ഇന്ന് ഈ സമരവുമായി ബന്ധപ്പെട്ട് നൽകിയത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി SFI നടത്തി വന്നിട്ടുള്ള സർവകലാശാലകളെ തെറ്റായ കീഴ്വഴക്കങ്ങൾക്കെതിരെയുള്ള വൈസ് ചാൻസലർമാർക്കെതിരെയുള്ള അവരുടെ സമരത്തിന്റെ ക്യാമ്പയിൻ അത് ശക്തമായി തന്നെ തുടരുമെന്ന് അല്പസമയം മുമ്പ് സംസാരിച്ച SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ വ്യക്തമാക്കി. ഇന്നത്തെ സമരം അവസാനിപ്പിക്കുന്നുവെങ്കിലും കേരള സർവകലാശാല ആസ്ഥാനത്ത് സമരം തുടരും. അവരുടെ ക്യാമ്പയിൻ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും PM ആർഷോ വ്യക്തമാക്കിയിട്ടുണ്ട്. വിജയകുമാർ. ശരി ഷഫീദ്, ഇപ്പോൾ ആർഷോ പറയുകയാണ് തിരുവനന്തപുരം നഗരം ചലിക്കരുതെന്ന് SFI വിചാരിച്ചാൽ ചലിക്കില്ല. അതിന് കേരളത്തിലെ മുഴുവൻ SFI ഒന്നും വേണ്ട, തിരുവനന്തപുരത്തെ നഗരത്തിലെ SFI-ക്കാർ മാത്രം മതി. ഇന്നലെ DCP സർവകലാശാല ആസ്ഥാനത്ത് അക്രമം അഴിച്ചുവിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുള്ള മറുപടി എന്ന നിലയിലാണ് PM ആർഷോ ഈ സമരപരിപാടിക്കിടെ പ്രസംഗിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. പണിമുടക്ക് ദിവസം KSRTC ബസ്സുകൾ നശിപ്പിച്ച സംഭവത്തിൽ KSRTC ജീവനക്കാർ അറസ്റ്റിലായി എന്ന് ഞങ്ങളുടെ കൊല്ലം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കൊട്ടാരക്കര ഡിപ്പോയിലെ ഡ്രൈവർമാരാണ് ഇപ്പോൾ പിടിയിലായത്. 8 KSRTC ബസ്സുകളുടെ വയറിംഗ് കിറ്റുകളാണ് അന്ന് നശിപ്പിച്ചത്. അതിലാണ് ജീവനക്കാർ തന്നെ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിൽ അതിഥിയായി 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ മാധ്യമങ്ങൾ ശൈലി മാറ്റുമ്പോൾ എന്ന വിഷയത്തിലാണ് SKN സംവദിക്കുന്നത്. തിരുവനന്തപുരം കനകക്കുന്നിലെ തത്സമയ പരിപാടിയിലേക്ക് നമ്മൾ പോകുന്നു. അതിനുള്ള തത്രപ്പാടിലാണ് നമ്മൾ. കാരണം ഈ പ്രേക്ഷകനെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് എന്ത് മന്ത്രം കൊണ്ടാണ് ഇപ്പോൾ ഇനി ചെയ്യാൻ കഴിയുക ഈ കാലത്തെന്ന് എനിക്ക് അറിയില്ല. ശരി, ഞാൻ അതൊന്ന് രാജഗോപാലിനോട് ചോദിച്ചോട്ടെ. കാരണം ഇത് പല മീഡിയ സ്ഥാപനങ്ങളും ഫോളോ ചെയ്യുന്ന ഫിലോസഫിയുടെ ഓപ്പോസിറ്റാണ് ആക്ച്വലി ടെലിവിഷൻ ഫോളോ ചെയ്യുന്ന ഫിലോസഫി. പല മീഡിയ സ്ഥാപനങ്ങളും, ഇപ്പം ഞാനൊക്കെ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിൽ മാർക്കറ്റിംഗും എഡിറ്റോറിയലും തമ്മിൽ സ്ട്രിക്റ്റ് ബൗണ്ടറി ഉണ്ട്. വി ഡോണ്ട് കെയർ അബൌട്ട് വെദർ വി ആർ റെഡ് ഓർ നോട്ട്. ഞങ്ങൾ എഴുതുന്നത് ജനത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞങ്ങൾ പറയും. ആൻഡ് ദെൻ ദർ ഇസ് അതർ സൈഡ് അബൌട്ട് ബിസിനസ് ഓഫ് ന്യൂസ് പേപ്പർ. പക്ഷേ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ഈ പല ചാനൽ മേധാവികളും ഞാൻ കേട്ടിട്ടുള്ളത്, ഒന്നെങ്കിൽ അവർ ഓഡിയൻസിനെ ബ്ലെയിം ചെയ്യും, ഓഡിയൻസ് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്, അല്ലെങ്കിൽ ബിസിനസ്സിനെ ബ്ലെയിം ചെയ്യും, ലൈക്ക് വി ആർ ലോസിങ് ദിസ് മണി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കേരളത്തിൽ തന്നെ വലിയൊരു മീഡിയ സ്ഥാപനത്തിൻ്റെ ഒരു ഹെഡിനെ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പുള്ളി പറഞ്ഞത് ഒരു എമൗണ്ട് ആണ് അവരെ മന്ത്ലി എക്സ്പെൻസ്, ഒരു ഡബിൾ ഡിജിറ്റിലുള്ള കോടികളാണ്. അതിൻ്റെ 1/3 താഴെയാണ് അവരുടെ റവന്യൂ. അപ്പോൾ ബാക്കിയുള്ള പൈസ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുതലാളി പലതും ചെയ്യും, ഞങ്ങൾ കണ്ണടയ്ക്കുന്നുള്ള രീതിയിലാണ് ഈ സംസാരം വന്നത്. ഞാൻ പേര് പറയുന്നില്ല. പക്ഷേ ഇത്രയും പേരല്ലേ ഇവിടെ കേൾക്കുന്നുള്ളൂ. നല്ല നിലയിൽ എത്തിക്കോട്ടെ. അങ്ങനെ പേര് പറയണമെങ്കിൽ എനിക്കത് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടി ആവണം. അല്ലാതെ ഒരാൾ പറഞ്ഞത് എനിക്ക് പേര് പറയാൻ താങ്കൾ ഫ്രണ്ടിലൂടെ ഒക്കെ വന്ന ഒരാളല്ലേ, ഇതുപോലെ മാതൃഭൂമിയുടെ ഒരു പ്രോഗ്രാമിൽ വന്ന് കൃത്യമായി പേര് പറഞ്ഞു. ഞങ്ങളെ പഠിപ്പിച്ചൊരു നിയമം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും അതിനെ നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റണം, എന്നാലേ നമുക്ക് പേര് പറയാൻ പറ്റുള്ളൂ. സോ വാട്ട് യു തിങ്ക്?
ഓഡിയൻസിനെ ബ്ലെയിം ചെയ്യുന്നു, ബിസിനസ്സിനെ ബ്ലെയിം ചെയ്യുന്നു. ദേ ഡോണ്ട് ബ്ലെയിം ദംസെൽഫ്. Every channel head in Kerala or everywhere else in India will say that, it's not my circus, it's not my monkeys. My circus is doing well. ഹലോ, അല്ല, ഇത് ടെലിവിഷൻ ചാനലിൻ്റെ മാത്രം കാര്യമല്ല. പല മാധ്യമങ്ങളും, പ്രത്യേകിച്ച് ഇന്ത്യയിലെ, മാധ്യമങ്ങൾ ശൈലി മാറ്റുമ്പോൾ എന്ന വിഷയത്തിൽ SK സംവദിക്കുകയായിരുന്നു. തിരുവനന്തപുരം കനകക്കുന്നിലെ തത്സമയ പരിപാടിയുടെ വിവരങ്ങളാണ് നമ്മൾ കണ്ടത്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. ഇടുക്കിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനം. പുതുവത്സര ദിനത്തിലാണ് പടക്കം പൊട്ടിക്കുന്നത് കണ്ടുനിന്ന മുരളീധരനെ കമ്പംമെട്ട SHO ഷമീർ ഖാൻ PA മർദ്ദിച്ചത്. 24 വാർത്തയ്ക്ക് പിന്നാലെ കട്ടപ്പന ASPയോട് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പത്തനംതിട്ടയ്ക്ക് പുറമെ ഇടുക്കി കൂട്ടാറിലും പോലീസ് അതിക്രമം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പുതുവത്സര ദിനത്തിൽ പടക്കം പൊട്ടിക്കുന്നത് കണ്ടുനിന്നതിനാണ് കുമരകംമെട്ട് സ്വദേശി മുരളീധരന് പോലീസ് മർദ്ദനം. പടക്കം പൊട്ടിക്കാൻ പറ്റില്ലെന്നും എല്ലാവരും ഉടൻ വീട്ടിൽ പോകണമെന്നും കമ്പംമെട്ട് SHO ഷമീർ ഖാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അല്പം കഴിഞ്ഞ് പിരിഞ്ഞു പോകാമെന്ന ആളുകൾ മറുപടി പറഞ്ഞതാണ് ഷമീർ ഖാനെ പ്രകോപിപ്പിച്ചത്. കൂട്ടം കൂടി നിന്ന ആളുകളെ ആദ്യം പിടിച്ചു തള്ളി, പിന്നീട് മുരളീധരനെ തള്ളിയിട്ട ശേഷം പലതവണ കരണത്തടിച്ചു. മർദ്ദനത്തിൽ മുരളീധരന്റെ പല്ലൊടിഞ്ഞു. ചികിത്സാ ചെലവ് നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് പോലീസ് കേസ് ഒത്തുതീർപ്പാക്കിയത്. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞതോടെ നിലപാട് മാറ്റി. ഞങ്ങൾ 16-ാം തീയതി SP ഓഫീസിലാണ് പരാതി ഫസ്റ്റിലേക്ക് കൊടുക്കുന്നത്. അത് DYFI ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ SP ഓഫീസിൽ വിളിച്ചപ്പം നടപടിയൊന്നും അവിടുന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാനസികമായിട്ട് നമുക്ക് നല്ലൊരു വേദന അനുഭവപ്പെടുത്തിയിട്ടുണ്ട്. മുരളീധരന്റെ മകൾ അശ്വതിയാണ് CCTV ശേഖരിച്ച് DGP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയത്. പിന്നാലെ അന്വേഷണം നടത്താൻ കട്ടപ്പന ASPക്ക് ഇടുക്കി SP നിർദ്ദേശം നൽകി. എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒരു നടപടിയുമില്ല. 24 വാർത്തയ്ക്ക് പിന്നാലെ ASPയോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഷമീർ ഖാനെതിരെ ഉടൻ നടപടിയെടുക്കുമെന്ന് SP പറഞ്ഞു. വാഹനത്തിന് നേരെ പടക്കം പൊട്ടിച്ചെറിഞ്ഞുവെന്ന പരാതിയെ തുടർന്നാണ് കൂട്ടാറിലെത്തിയതെന്നാണ് പോലീസ് വാദം. 24 ഇടുക്കി. കമ്പംമെട്ട് CI ഷമീർ ഖാനെതിരെ വീണ്ടും പരാതി. പാതിവില തട്ടിപ്പിൽ പരാതി നൽകാനെത്തിയ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി എന്നതാണ് പുതിയ പരാതി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പരാതിക്കാർ അവർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. ചില പ്രതികരണങ്ങൾ കാണും. സിയുടെ സൊസൈറ്റിയുടെ പഞ്ചായത്ത് തല കോർഡിനേറ്ററായ, അതായത് CPIMന്റെ കൂട്ടാർ ലോക്കൽ സെക്രട്ടറി ആയ PP സുശീലൻ അഡ്വാൻസ് ചെയ്ത് ഈ കമ്പംമെട്ട് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പ്രതിയാണ്. അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഒരു പരാതി കൊടുത്തു അനന്തു കൃഷ്ണനെതിരെ. അതുകൊണ്ട് നിങ്ങൾ ആരും കൊടുക്കണ്ട, ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട് പരാതി എന്ന് പറഞ്ഞ് ആളുകളെ വിലക്കിയിരിക്കുകയായിരുന്നു. ഇങ്ങനെയാണോ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ? PP സുശീലന്റെ കാശ് മേടിച്ചുകൊണ്ട് സുശീലനെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റാനായിട്ട് CI ആണ് മുൻകൈ എടുക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു അഴിമതിക്കാരനായ CIക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. കമ്പംമെട്ട് CI ഷമീർ ഖാനെതിരെ ഗുരുതര ആരോപണമാണ് പരാതിക്കാർ ഉന്നയിക്കുന്നത്. അവിടെ പരാതി പറയാനെത്തിയ സ്ത്രീകളോടും SI അപമര്യാദയായി പെരുമാറി എന്ന ആക്ഷേപം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. പത്തനംതിട്ടയിൽ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് മടങ്ങിയവരെ SI മർദ്ദിച്ച സംഭവത്തിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി പരാതിക്കാർ. പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമവും വധശ്രമക്കുറ്റവും ചുമത്തണമെന്നാണ് ആവശ്യം. പോലീസിനെതിരെ നിസ്സാര വകുപ്പുകളാണ് ചുമത്തിയത് എന്നാണ് മർദ്ദനമേറ്റവരുടെ പരാതി. ആയുധമുപയോഗിച്ച് മർദ്ദിച്ചു, മുറിവേൽപ്പിച്ചു തുടങ്ങിയ നിസ്സാര വകുപ്പുകളാണ് പത്തനംതിട്ട പോലീസ് ചുമത്തിയിരിക്കുന്നത്. FIRൽ അതിക്രമം നടത്തിയ പോലീസുകാരുടെ പേരും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനെതിരെയാണ് പരാതിക്കാർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമവും വധശ്രമ കുറ്റവും കൂടി ചുമത്തണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ അന്യായം ഫയൽ ചെയ്യും. കേസിൽ പോലീസിനെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് പട്ടികജാതി കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുമെന്നും മർദ്ദനമേറ്റവർ അറിയിച്ചു. അതിനിടെ ബാർ ഉടമയുടെ പരാതിയിൽ കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കോട്ടയം സ്വദേശികൾ നൽകിയ പരാതിയിൽ കേസെടുക്കുന്നതിന് മുന്നെയാണ് ബാർ ഉടമയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇത് സഹപ്രവർത്തകരായ പോലീസുകാരെ സഹായിക്കാനാണെന്നാണ് ആക്ഷേപം. കേസിൽ സസ്പെൻഷനിലായ SI ജിനുവിനെതിരെ അകാരണമായി മർദ്ദിച്ചതിന് മുൻപും പരാതി കിട്ടിയിട്ടുണ്ട്. 24 പത്തനംതിട്ട.
പാറശാല ഷാരോൺ വധക്കേസിൽ 3-ാം പ്രതി നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷാവിധി മരവിപ്പിച്ചു. തെളിവ് നശിപ്പിച്ചെന്ന കുറ്റത്തിന് നൽകിയ 3 വർഷം ശിക്ഷയാണ് മരവിപ്പിച്ചത്. നിർമ്മലകുമാരൻ നായർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. 1-ാം പ്രതി ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. വധശിക്ഷയ്ക്കെതിരായ ഗ്രീഷ്മയുടെ അപ്പീൽ ഫയലിൽ സ്വീകരിച്ച കോടതി പ്രോസിക്യൂഷന് നോട്ടീസ് അയച്ചു. തിരുവനന്തപുരം വെഞ്ഞാറമൂട് യുവതി ആത്മഹത്യ ചെയ്യുന്നതിന് തലേ ദിവസമുണ്ടായ അപകടം കരുതിക്കൂട്ടിയെന്ന് സൂചന. അപകടത്തിന് തൊട്ടു മുൻപ് പ്രവീണയെ മറ്റൊരു വാഹനം പിന്തുടരുന്ന നിർണായക ദൃശ്യങ്ങൾ 24 ലഭിച്ചു. പ്രവീണയെ അപായപ്പെടുത്താൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ അപകടമാണ് എന്ന് കുടുംബം നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വെഞ്ഞാറമൂട് മുക്കുന്നൂർ സ്വദേശി പ്രവീണ ആത്മഹത്യ ചെയ്തത്. മരണത്തിന് തലേ ദിവസം പ്രവീണയെ അജ്ഞാത വാഹനമിടിച്ച് സാരമായി പരിക്കേറ്റിരുന്നു. ഈ അപകടം കരുതിക്കൂട്ടിയെന്നാണ് കുടുംബത്തിന്റെ സംശയം. ഇത് ബലപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. മകളെ ട്യൂഷന് കൊണ്ടുപോകുമ്പോഴും ഒറ്റയ്ക്ക് തിരികെ വരുമ്പോഴും പ്രവീണയെ മറ്റൊരു വാഹനം പിന്തുടർന്നിരുന്നു. ഹെൽമറ്റിനുള്ളിൽ മുഖമറച്ച നിലയിലായിരുന്നു സ്കൂട്ടർ യാത്രക്കാരൻ. അപകടം നടക്കുമ്പോൾ ഇതേ വാഹനത്തെ കണ്ട ദൃക്സാക്ഷികളുമുണ്ട്. കുടുംബം CCTV ദൃശ്യങ്ങൾ പോലീസിന് കൈമാറി. സമൂഹത്തിൽ പ്രവീണയെ മോശമായി ചിത്രീകരിച്ചതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കുടുംബം പറയുന്നു. ഇതിനിടെയാണ് അപകടത്തിലും ദുരൂഹതയേറുന്നത്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. കോഴിക്കോട് മുക്കം പീഡനശ്രമക്കേസിൽ ഒളിവിലായിരുന്ന പ്രതികൾ താമരശ്ശേരി കോടതിയിൽ കീഴടങ്ങി. കേസിലെ 1-ാം പ്രതി ദേവദാസിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഹോട്ടൽ ജീവനക്കാരായ റിയാസ്, സുരേഷ് എന്നീ പ്രതികളാണ് കീഴടങ്ങിയത്. പ്രതികൾക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. വീട്ടിൽ അതിക്രമിച്ചു കയറൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇന്നലെ ഈ കേസിൽ ഹോട്ടൽ ഉടമയായ ദേവദാസിനെ റിമാൻഡ് ചെയ്തിരുന്നു. എറണാകുളത്തേക്കുള്ള യാത്രക്കിടെയാണ് കുന്നംകുളത്ത് വെച്ച് പോലീസ് ഇയാളെ പിടികൂടിയത്. പീഡനശ്രമം നടന്ന വീട്ടിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. പീഡനശ്രമം ചെറുക്കുന്നതിനിടെയാണ് കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ യുവതി താൻ താമസിക്കുന്ന വീടിന്റെ 1-ാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയത്. ഗുരുതരമായി പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 24 കോഴിക്കോട്. കേരളം നിർദ്ദേശിച്ച ഭൂരിപക്ഷം പേരുകളും തള്ളിയാണ് ഇത്തവണയും പത്മ പുരസ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. KS ചിത്രയ്ക്ക് പത്മവിഭൂഷണും മമ്മൂട്ടിക്ക് പത്മഭൂഷണും പ്രൊഫസർ MK സാനുവിന് പത്മശ്രീയും നൽകണമെന്നായിരുന്നു കേരളത്തിന്റെ ശുപാർശ. കേരളം കേന്ദ്രത്തിന് നൽകിയ ശുപാർശയുടെ പട്ടിക 24 ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. റിപ്പബ്ലിക് ദിനത്തിൽ പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങളിൽ കേരളം നിർദ്ദേശിച്ച പേരുകളിൽ ഭൂരിപക്ഷവും കേന്ദ്ര സർക്കാർ പരിഗണിച്ചില്ലെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവരുന്ന രേഖകൾ. സംസ്ഥാന സർക്കാർ ശുപാർശ പ്രകാരം എഴുത്തുകാരൻ MT വാസുദേവൻ നായർക്ക് പത്മവിഭൂഷണം, ഒളിമ്പ്യൻ PR ശ്രീജേഷിന് പത്മഭൂഷണം മാത്രമാണ് നൽകിയത്. സംസ്ഥാന സർക്കാർ നൽകിയ 20 അംഗ പട്ടികയിൽ ഇടം പിടിക്കാത്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിനും സിനിമാ താരവും നർത്തകിയുമായ ശോഭനയ്ക്കും പത്മഭൂഷൺ നൽകി. മലയാളി ഫുട്ബോൾ താരം IM വിജയൻ, കലാകാരി ഓമനക്കുട്ടിയമ്മ എന്നിവർക്കും പത്മശ്രീ നൽകി. കേരളം നൽകിയ പട്ടികയിൽ KS ചിത്രയ്ക്ക് പത്മവിഭൂഷണും മമ്മൂട്ടിക്കും എഴുത്തുകാരൻ T പത്മനാഭനും പത്മഭൂഷണം നൽകണമെന്നായിരുന്നു ശുപാർശ. ഇത് പൂർണ്ണമായും കേന്ദ്രം തഴഞ്ഞു. സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള T പത്മനാഭൻ കേരളത്തിലെ സാമൂഹ്യ സാഹിത്യ രംഗത്ത് നിറഞ്ഞിരിക്കുന്ന MK സാനു മാഷ്, സംഗീത രംഗത്തുള്ള സൂര്യകൃഷ്ണമൂർത്തി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾക്കൊന്നും ഈ പ്രാവശ്യത്തെ പത്മ പുരസ്കാരം ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇത് കാണിക്കുന്നത് കേന്ദ്ര സർക്കാർ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിലൂടെ തന്നെയാണ് പത്മ പുരസ്കാരങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രൊഫസർ MK സാനു, സൂര്യകൃഷ്ണമൂർത്തി, വൈക്കം വിജയലക്ഷ്മി, പുനലൂർ സോമരാജൻ, പത്മിനി തോമസ്, K ജയകുമാർ IAS, വ്യവസായി TS കല്യാണരാമൻ എന്നിവർക്ക് പത്മശ്രീ നൽകണമെന്ന കേരളത്തിന്റെ ശുപാർശയും കേന്ദ്രം പരിഗണിച്ചില്ല. കേരളം നൽകിയ പട്ടികയിൽ ഒരാളെപ്പോലും പത്മശ്രീക്ക് പരിഗണിച്ചില്ല. അരുൺരാജ്, 24 കൊല്ലം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കമന്റിനു മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പഴയ ചരിത്രം തന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട എന്നായിരുന്നു VS പിണറായി പോര് സൂചിപ്പിച്ച് VD സതീശന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തി മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തിനാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും അവഗണിക്കാനാകാത്ത വലിയ ശക്തി രമേശ് ചെന്നിത്തല അവർ. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.
ഇന്നലെ നടന്ന ചടങ്ങിലെ ഈ സ്വാഗത പ്രസംഗമാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്ക് വീണ്ടും തുടക്കമിട്ടത്. പിന്നാലെ അത് സൂചിപ്പിച്ച് രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശം ഏറെ ചർച്ചയായി. അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചത്. ഞാൻ ആ പാർട്ടിക്കാരനല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്നാലും അങ്ങനെ ഒരു കടുംചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ഉപദേശിക്കാനുള്ളത്. അവിടെയും തീർന്നില്ല. ഇന്ന് മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയതോടെ ചർച്ച വീണ്ടും ചൂടേറി. VS പിണറായി പോര് സൂചിപ്പിച്ച് പിണറായി വിജയന് VD സതീശന്റെ മറുപടി. ഞാനടക്കമുള്ള ഒരാളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല, ഒരാളുമല്ല. അതിന് കോൺഗ്രസിന് അതിൻ്റെതായ രീതിയുണ്ട്. മുഖ്യമന്ത്രി അധികം തമാശ ഇക്കാര്യത്തെക്കുറിച്ച് പറയരുത്. അധികം തമാശ പറയുമ്പോൾ 2006 തമാശയും 2011 തമാശയും കൂടി ഞാനും തിരിച്ചു പറയും. കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നതയില്ലെന്നും യോഗത്തിൽ പറയുന്നത് ശരിയല്ലെന്ന് തോന്നിയതുകൊണ്ടാണ് ഇന്നലെ അഭിപ്രായം പറയാതിരുന്നതെന്നും രമേശ് ചെന്നിത്തല. ആ വേദി അതിന് മറുപടി പറയാൻ ഞാൻ ഉപയോഗിച്ചാൽ അത് ആ യോഗത്തിന്റെ ഒരു അന്തസ്സ് നശിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മറുപടി പറയാറ്. ഞങ്ങളുടെ പാർട്ടിയിൽ ഇത് സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. മുമ്പ് പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രി ചർച്ച ചൂടേറിയപ്പോൾ നേതാക്കൾ തന്നെ ഇതെല്ലാം തള്ളി രംഗത്ത് വന്നിരുന്നു. ചർച്ചകൾ ഒരുവിധം അവസാനിപ്പിച്ചപ്പോഴാണ് ഒരു സ്വാഗത പ്രസംഗത്തിലൂടെ കോൺഗ്രസിനെ വെട്ടിലാക്കി വീണ്ടും മുഖ്യമന്ത്രി ചർച്ച. 24 തിരുവനന്തപുരം. പണിമുടക്ക് ദിവസം KSRTC ബസ്സുകളിലെ വയറിംഗ് നശിപ്പിച്ച സംഭവത്തിൽ KSRTC ജീവനക്കാർ അറസ്റ്റിലായി. കൊട്ടാരക്കര ഡിപ്പോയിലെ ഡ്രൈവർമാരാണ് പിടിയിലായത്. ബസിന്റെ വയറിംഗ് കിറ്റുകൾ നശിപ്പിച്ച സംഭവം 24 ആണ് പുറത്തെത്തിച്ചത്. അരുൺ രാജ് വിവരങ്ങൾ നൽകും കൊല്ലത്ത്. അരുൺ, ഈ അറസ്റ്റിലായ ഡ്രൈവേഴ്സ് സമരാനുകൂലികളായിരുന്നു? വിജയകുമാർ, KSRTCയിലെ ഒരു വിഭാഗം ജീവനക്കാർ നടത്തിയ പണിമുടക്കിനിടയിലാണ് 8 ബസ്സുകളുടെ വയറിംഗ് കിറ്റുകൾ നശിപ്പിച്ചെന്ന വിവരം 24 പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചത്. ഈ വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം ഉത്തരവിട്ട ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണമാണ് ആദ്യം നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര പോലീസാണ് അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ 2 പേരെ അറസ്റ്റ് ചെയ്തതായി വ്യക്തമാക്കുന്നത്. കൊട്ടാരക്കര ഡിപ്പോയിലെ ഡ്രൈവർ ആയ സുരേഷ്, പ്രശാന്ത് കുമാർ എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഇരുവരും സമര അനുകൂലികളാണ് എന്നുള്ളതാണ് പോലീസ് ലഭിച്ചിരിക്കുന്ന വിവരം. സമരത്തിന്റെ ഭാഗമായാണ് തങ്ങൾ ഇത് ചെയ്തത് എന്നുള്ള വിവരമാണ് ഇരുവരും പോലീസിന് മുമ്പാകെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. എന്തായാലും കൊട്ടാരക്കര പോലീസ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ വലിയ പ്രതിഷേധം അന്ന് തന്നെ ഉയർന്നതാണ്. കാരണം സമരമുണ്ടാവുക സ്വാഭാവികമാണ്. ബസ്സുകളിൽ ഇത്തരത്തിൽ വയറിംഗ് കിറ്റുകളടക്കം നശിപ്പിക്കുക, ബസ്സുകളുടെ റണ്ണിങ്ങിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഇത്തരം അപകടകരമായ രീതിയിലുള്ള ഇടപാടുകൾ നടത്തുക എന്നീ കാര്യങ്ങളിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി അന്ന് തന്നെ ഉറപ്പ് നൽകിയതാണ്. എന്തായാലും ഈ അറസ്റ്റ് ഉണ്ടായതിന് പിന്നാലെ ഈ വിഷയത്തിൽ ഇരുവർക്കുമെതിരെ നടപടി വേണമെന്ന ആവശ്യം KSRTCയിൽ തന്നെ ഇപ്പോൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും KSRTCയിലെ 2 ജീവനക്കാരെ തന്നെ ഒടുവിൽ ഈ KSRTC ബസ്സുകൾ നശിപ്പിച്ച വിഷയത്തിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അരുൺ, അന്ന് ഈ സമരാനുകൂലികളായ അല്ലെങ്കിൽ സമരം നടത്തുന്ന സംഘടനകളോടൊക്കെ നേതാക്കൾ പറഞ്ഞത് അവർക്കിതുമായി ബന്ധമൊന്നുമില്ല, ഇത് ഈ സംഘടനയെ പഴിക്കാൻ വേണ്ടി മറ്റാരോ ചെയ്തതാണ് എന്നതൊക്കെയായിരുന്നു. പക്ഷെ അങ്ങനല്ല, ഈ സമരത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ ബസ്സുകൾക്ക് കേടുപാട് വരുത്തിയത് എന്നാണ് ഇപ്പോൾ തെളിയുന്നതല്ലേ? തീർച്ചയായും ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും ഈ TDF അടക്കം പറഞ്ഞത് തങ്ങൾക്കോ തങ്ങളുടെ സംഘടനകളിൽപ്പെട്ടവർക്കോ ഒന്നും തന്നെ ഇതുമായി ബന്ധമില്ല. ഈ പണിമുടക്ക് എന്നത് സ്വാഭാവികമായ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. അതിനപ്പുറം വാഹനങ്ങൾ നശിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് തങ്ങൾ പോയിട്ടില്ല എന്നതായിരുന്നു ഇതുവരെ അവരുടെ വാദം. പക്ഷേ ഇപ്പോൾ പിടിയിലായവർക്ക് ഇതുമായി ഈ സംഘടനയുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. ഇരുവർക്കുമെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള വകുപ്പുകൾ പ്രകാരമായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കൂടി ാക്കും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യങ്ങളടക്കം അന്വേഷണം ഉണ്ടാകും. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇരുവരുടെയും പങ്ക് ഇപ്പോൾ പോലീസ് ഉറപ്പിക്കുകയും ആ നടപടിയും അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുകയും ചെയ്തത്. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. ഇവർക്കെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ, അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ നടപടി KSRTC എടുക്കാൻ പോകുന്നു.
എന്നാണ് വിവരം. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ KSRTCക്ക് 103 കോടി രൂപ കൂടി അനുവദിച്ചു. ധനകാര്യമന്ത്രിയുടെ ഓഫീസ് അത് അറിയിക്കുകയാണ്. 103 കോടി രൂപ കൂടി അനുവദിച്ചിരിക്കുന്നത്. സർക്കാർ സഹായമായി 103.10 കോടി രൂപ അനുവദിച്ചു. പെൻഷൻ വിതരണത്തിനായി 73 കോടി രൂപയും മറ്റു കാര്യങ്ങൾക്കായി 30 കോടി രൂപയുമാണ് ആ നിലയിലാണ് അനുവദിച്ചിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾക്ക് KSRTCയിൽ ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ 900 കോടി രൂപ വകയിരുത്തി. ഇതിനകം 1479.42 കോടി രൂപ നൽകി. വകയിരുത്തിയതിനേക്കാൾ കൂടുതൽ അനുവദിച്ചു എന്നാണ് ധനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിക്കുന്നത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരെയും കുടുംബത്തെയും സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച കേസിൽ ഒരാൾ കസ്റ്റഡിയിലായി. മലപ്പുറം മുന്നിയൂർ സ്വദേശി അബ്ദുൾ റഷീദ് ചെമ്പനെ തിരൂരങ്ങാടി പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന്. സമീർ, ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, നിലവിൽ പ്രതിയുടെ അറസ്റ്റ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 1:30 കൂടിയാണ് പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് തിരുരങ്ങാടി മൂന്നിയൂർ UH നഗർ സ്വദേശി അബ്ദുൾ റഷീദ് ചെമ്പൻ എന്ന് പറയുന്ന 38-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് സ്റ്റേഷനിലെത്തി വിശദമായി ചോദ്യം ചെയ്യുകയും മൊബൈൽ ഫോൺ പരിശോധിക്കുകയുമായിരുന്നു. ഇതിൽ ലഭിച്ച തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പ്രതിയുടെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും സ്ത്രീത്വത്തെ അപമാനിക്കൽ, സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം, അതോടൊപ്പം തന്നെ 24ന്റെ ഗ്രാഫിക്സ് ഫോണ്ട് ഉൾപ്പെടെയുള്ളവ ദുരുപയോഗം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ വ്യാജ പ്രചാരണം നടത്തുന്നവർക്കുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് ഇത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാവുന്നതാണ് ഈ മുഖമുള്ളവരും ഇല്ലാത്തവരുമായുള്ള നിരവധി ആൾക്കെതിരെ വ്യാജമായ നിരവധി ആരോപണങ്ങൾ നടത്തുന്നു, പ്രചാരങ്ങൾ നടത്തുന്നു. ഇവർക്കൊക്കെയുള്ള കൃത്യമായ താക്കീത് കൂടിയാണ് ഒരു അറസ്റ്റ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. കാര്യം നിലവിൽ പോലീസ് പ്രതിയെ ചോദ്യം ചെയ്ത് വരികയാണ്. സൈബർ സെല്ലിൽ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ നിലവിൽ ഈ പോലീസ് സ്റ്റേഷനിലുണ്ട്. പ്രതിയുടെ മൊബൈൽ ഫോൺ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. പ്രതിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ തന്നെ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇത് പ്രതി തന്നെയാണോ ഈ ഒരു വ്യാജ പ്രചാരണം അല്ലെങ്കിൽ കാർഡ് നിർമ്മിച്ചത്, അതോടൊപ്പം തന്നെ പ്രതി ആർക്കൊക്കെ ഇത് ഷെയർ ചെയ്തു, അതോടൊപ്പം തന്നെ പ്രതിയിൽ നിന്ന് ആരൊക്കെ ഇത് ഷെയർ ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വിജയകുമാർ. യെസ്, സമൂഹ മാധ്യമങ്ങളിൽ മുഖമുള്ളവരും മുഖമില്ലാത്തവരുമൊക്കെയായി ഇരുന്ന വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തുന്നവർക്ക് ഒരു മുന്നറിയിപ്പ്, ഒരു താക്കീതാണ് പോലീസിന്റെ ഈ നടപടി. വിശദാംശങ്ങളാണ് സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്ന് നൽകിയത്. ഇടുക്കി മറയൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ചെമ്പക്കാട്ടിൽ വിമലാണ് മരിച്ചത്. വനത്തിനുള്ളിൽ ഫയർ ലൈൻ തെളിക്കാൻ പോയ സമയത്തായിരുന്നു ആക്രമണം. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്? മൃതദേഹം ബന്ധുക്കൾക്ക് എപ്പോൾ വിട്ടുകൊടുക്കും? അതുപോലെ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നത് ഉൾപ്പെടെ വനംവകുപ്പിന്റെ ജോലിക്ക് പോയപ്പോഴാണല്ലോ ഈ അപകടമുണ്ടായത്. അപ്പോൾ അതിന്റെ മറ്റു വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? വിജയകുമാർ, ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് വിമൽ എന്ന ആളുടെ മരണം സംഭവിക്കുന്നത്, കാട്ടാന ആക്രമണത്തിൽ മരണം സംഭവിക്കുന്നത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ വെച്ചാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫയർ ലൈൻ തെളിക്കുന്നതിന്റെ ഭാഗമായിട്ട് വനത്തിൽ പോയ 9 അംഗ സംഘത്തിൽപ്പെടുന്ന ആളായിരുന്നു വിമൽ. ഇതിലേറ്റവും പുറകിൽ പോയിരുന്ന ആളാണ് വിമൽ. പിന്നാലെ എത്തിയ കാട്ടാന വിമലിനെ തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടി തറയിൽ അടിക്കുകയായിരുന്നു. ഗുരുതര ആക്രമണം നേരിട്ടാണ് വിമൽ മരിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആക്രമണത്തിന് പിന്നാലെ തന്നെ കൂടെയുണ്ടായിരുന്ന ആളുകൾ വിമലിനെ മറയൂർ PHCയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. നിലവിൽ മറയൂർ PHCയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അല്പസമയത്തിനകം തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വിമലിന് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതിനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വനം വകുപ്പും വ്യക്തമാക്കുന്നത്. എന്തായാലും കാട്ടാനക്കലയിൽ ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം, ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യവും. ഇത് രാഹുൽ, ഇത് വനത്തിന് ഉള്ളിലായിരുന്നു അല്ലേ ഈ ജോലികൾ നടന്നുകൊണ്ടിരുന്നത്? ഈ ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ വെച്ചായിരുന്നു അല്ലേ? വിജയകുമാർ, ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലാണ്, അതായത് വനമേഖലയിൽ തന്നെയാണ്, റിസർവ് വനമാണ്. അതിനുള്ളിൽ വെച്ചാണ്
ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. ഇവർ സ്ഥിരമായി വനമേഖലയിലേക്ക് പോകുന്നതാണ്. കഴിഞ്ഞ ദിവസവും ഈ വനത്തിൽ ഈ ഫയർ ലൈൻ തെളിക്കുന്ന, അതായത് ഈ വേനലാകുന്ന സമയത്ത് ആരെങ്കിലും ചെറിയ തീയിട്ട് കഴിഞ്ഞാൽ കാട്ടിലേക്ക് പടർന്നു പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത് തടയുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമമാണ് ഈ ഫയർ ലൈൻ തെളിക്കുക എന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള ജോലികൾ ചെയ്തിരുന്ന സംഘമായിരുന്നു ഈ വിമലിൻ്റേത്. അങ്ങനെ വനവുമായിട്ട് പരിചയമുള്ള ഈ വനമേഖലയിൽ നിരന്തരം പോയിട്ടുള്ള ഒരാൾ കൂടിയാണ് എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. പക്ഷേ മരത്തിനു മറവിൽ നിന്നിരുന്ന കാട്ടാനെ ഇവരാരും കണ്ടിരുന്നില്ല. മുൻപിൽ പോയിരുന്ന 8 പേരും കടന്നു പോയതിനു ശേഷം പിന്നാലെ എത്തിയ വിമലിനെ കാട്ടാന പിന്നിൽ നിന്നെത്തി ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വളരെ സങ്കടകരമായ കാര്യമാണ്. ഈ പ്രദേശത്ത് വനമേഖല ആയതുകൊണ്ട് തന്നെ കാട്ടാനകൾ ഒരുപാടുള്ളതാണ്. ജനവാസ മേഖലയിൽ നിന്ന് കടന്നൊരൽപ്പം മാറിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിലേക്ക് ആനകൾ ഇറങ്ങാറുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവുണ്ട്. എന്തായാലും വനത്തിൽ വെച്ചാണെങ്കിൽ പോലും കാട്ടാന ആക്രമണം നേരിട്ടത് ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട ജോലിക്ക് പോയപ്പോഴാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാട്ടാന എത്തുകയാണ് എങ്കിൽ ആ കാട്ടാനകളെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി അറിയാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ വനമേഖലയിൽ ജോലിക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ കാട്ടാനകൾ ഉൾപ്പെടെ വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു വനം കൂടിയാണ് ഈ ചിന്നാർ വന്യജീവി സങ്കേതം. അവിടെ ജോലിക്ക് പോകുമ്പോൾ വനംവകുപ്പിൻ്റെ തന്നെ ജോലിക്ക് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വന്യജീവി ആക്രമണം നേരിടേണ്ടി വരികയാണെങ്കിൽ അത് തടയുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും സംവിധാനം കൂടി ഇവരുടെ കയ്യിൽ ഏർപ്പെടുത്തേണ്ടതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും RRT അംഗങ്ങളെ ഇവരുടെ കൂടെ വിടേണ്ടതായിരുന്നു. അത്തരമൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു ജീവൻ നഷ്ടപ്പെടുന്നത് അത് സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. കാട്ടാനക്കലിയിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഇടുക്കിയിൽ ഈ വന്യജീവി ആക്രമണങ്ങൾ തുടരെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. കാരണം ഈ ആനകൾ ഉൾപ്പെടെ ഈ വെയിൽ തെളിയുമ്പോൾ, അതായത് ചൂട് കൂടുന്നതനുസരിച്ച് ജനവാസ മേഖലയിലേക്ക് തീറ്റ തേടി ഇറങ്ങും, വെള്ളം തേടി ഇറങ്ങും, വനത്തിൽ തീറ്റ ലഭ്യത ഇല്ലാതാകും. ശരി രാഹുൽ, എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് അത്. വനം നന്നായി അറിയാവുന്ന, ആ മേഖലയൊക്കെ നന്നായി അറിയാവുന്ന ഒരു സംഘമായിരുന്നു. അതിലേറ്റവും പിന്നിലായിരുന്നു വിമൽ പോയിരുന്നത്. പിന്നിൽ നിന്ന് കാട്ടാന തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി എറിയുകയായിരുന്നു എന്നാണ് വരുന്ന വിവരങ്ങൾ. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു. വനത്തിനുള്ളിൽ വെച്ചാണ് ഈ അപകടം സംഭവിച്ചത്, വന്യജീവി ആക്രമണം ഉണ്ടായത്. ഇങ്ങനെ കാട്ടിലേക്ക് ഇത്തരം ജോലികൾ ചെയ്യാൻ പോകുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ വന്യജീവികളുടെ ആക്രമണം ഉണ്ടായാൽ അത് പ്രതിരോധിക്കുന്നതിനുള്ള സംവിധാനമൊന്നും അവരുടെ പക്കലില്ല എന്നൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി രാഹുൽ വിജയൻ ചൂണ്ടിക്കാട്ടുകയായിരുന്നു ഇടുക്കിയിൽ നിന്ന്. കാസർഗോഡ് കൊളത്തൂരിൽ പന്നിക്കണിയിൽ കുടുങ്ങിയ പുലി രക്ഷപ്പെട്ടു. വെറ്റിനറി ഡോക്ടർ നേതൃത്വത്തിൽ മയക്കുവെടി വെക്കുന്നതിനിടെയാണ് പുലി ചാടിപ്പോയത്. പ്രദേശത്ത് RRTയുടെ പരിശോധന നടക്കുകയാണ് ഇപ്പോഴും. കൊളത്തൂർ ചാളക്കാട് മടന്തക്കോട് വി കൃഷ്ണന്റെ കൗങ്ങിൻതോട്ടത്തിന് സമീപമുള്ള തുരങ്കത്തിലാണ് ഇന്നലെ വൈകിട്ട് പുലിയെ കണ്ടെത്തിയത്. തോട്ടത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ ഓഫ് ചെയ്യാനായി പോകുമ്പോഴായിരുന്നു കൃഷ്ണന്റെ മകൾ അനുപമ പന്നിക്കടിയിൽ പുലിയെ കുടുങ്ങിയതായി കാണുന്നത്. ഒരു 6:30 ഞാൻ മോട്ടോർ ഓഫാക്കാൻ പോയതായിരുന്നു. അപ്പോൾ ഞാനൊക്കെ വേണ്ടി ശ്രദ്ധിച്ചു. അച്ഛനോട് വന്ന് പറഞ്ഞു തോട്ടത്തിൽ വെള്ളമടിക്കാൻ മോട്ടോർ ഓഫാക്കാൻ വേണ്ടിയിട്ട് പോയത്. പുലിയെ നേരിട്ട് കണ്ടു? പിന്നെ അച്ഛനോട് വന്ന് പറഞ്ഞു, അനക്കം കണ്ടു, അച്ഛനോട് വന്ന് പറഞ്ഞു. ഉടൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി. നാട്ടുകാർ സംഘടിച്ച് പുലിക്കടുത്തേക്ക് എത്താതിരിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തി. വയനാട്ടിൽ നിന്നും കണ്ണൂരിൽ നിന്നും മയക്കുവെടി വെക്കാനുള്ള വിദഗ്ധരെത്തുന്നതുവരെ ദ്രുതകർമ്മസേന പ്രദേശത്ത് കാവൽ നിന്നു. ഇന്ന് പുലർച്ചെ 3 മണിയോടെ മയക്കുവെടി വെക്കാനുള്ള ശ്രമത്തിനിടെയാണ് പുലി രക്ഷപ്പെട്ടത്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് MLA CH കുഞ്ഞമ്പു. ഉടനെ അതിനെ പിടിച്ച് ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കുക, ഭീതിയിൽ നിന്ന് അവരെ അങ്ങനെ രക്ഷപ്പെടുത്തുക എന്നാണ് ചെയ്യേണ്ടത്. അതിന് വനം വകുപ്പും ഉദ്യോഗസ്ഥന്മാരും വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. പുലി മൂളിയ റിസർവ്ഡ് വനമേഖലയിലേക്ക് കടന്നെന്നാണ് നിഗമനം. 24 കാസർഗോഡ്. സംസ്ഥാന ബജറ്റ് നാളെ. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്ക് പരിഹാരമായി ധനമന്ത്രി KN ബാലഗോപാൽ സംസ്ഥാന ബജറ്റിൽ എന്ത് കരുതി വെക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മുണ്ടക്കൈ പുനരധിവാസം, വിഴിഞ്ഞം തുറമുഖ പദ്ധതി, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കൽ തുടങ്ങി പ്രതീക്ഷകൾ അനവധിയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ്. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കി ഉയർത്തുമെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിലെത്തിയ സർക്കാർ അവസാന സമ്പൂർണ്ണ ബജറ്റിലെങ്കിലും വാക്ക് പാലിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 100 രൂപ മുതൽ 200 രൂപ വരെ ക്ഷേമ പെൻഷൻ ഉയർത്താൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാന സർക്കാരിന് പൂർത്തിയാക്കാൻ നിരവധി ഉത്തരവാദിത്തങ്ങളുമുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് പ്രഥമ പരിഗണന നൽകുമോ, അതോ വിഴിഞ്ഞം അടിസ്ഥാന സൗകര്യ വികസനത്തിനുമാകുമോ പ്രാധാന്യം?
കേന്ദ്ര ബജറ്റിലെ അവഗണന മറികടക്കാനും ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പണം നൽകാനും എന്തു ചെയ്യുമെന്ന ചോദ്യവും പ്രധാനമാണ്. കിഫ്ബി റോഡുകളിലെ യൂസർ ഫീയിൽ മന്ത്രിസഭ തീരുമാനമെടുത്തില്ല. ബജറ്റിൽ ഇതിൽ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതും അറിയേണ്ടതുണ്ട്. ബജറ്റിന് മുന്നോടിയായി മദ്യവില ഉയർത്തിയിരുന്നു. ഇനി ബജറ്റിൽ ഉയർത്താൻ സാധ്യത കുറവാണ്. പ്രളയം, കിഫ്ബി മുതൽ റോഡ് സുരക്ഷ വരെ 6 സെസ്സുകൾ ഇപ്പോൾ പിരിക്കുന്നുണ്ട്. ഇതിനു പുറമെ സെസ് വരുമോ എന്നതും പ്രധാനമാണ്. കഴിഞ്ഞ ബജറ്റിൽ വിപണി ഇടപെടലിന് തുക വകയിരുത്താത്തത് CPI-CPIM മുന്നണി തർക്കത്തിലേക്ക് വരെ എത്തിച്ചിരുന്നു. ഇത് ഈ ബജറ്റിലും ആവർത്തിക്കുമോ? വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ സാഹചര്യത്തിൽ എന്താകും ധനമന്ത്രി ബജറ്റിൽ കരുതിയിരിക്കുക? ഇത്തവണയും പ്ലാൻ ബി ഉണ്ടാകുമോ? എന്തായാലും ഒരു ദിവസം കൂടി കാത്തിരിക്കണം. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവിനെ പിന്തുണച്ച മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ടോൾ പിരിവിനെ നേരത്തെ എതിർത്തിരുന്നു. എന്നാൽ ആ കാലം കഴിഞ്ഞെന്നും തോമസ് ഐസക് പറഞ്ഞു. ദേശീയപാതകളിലെ ടോളിന്റെ 1/4 മാത്രമേ കിഫ്ബി റോഡുകളിലെ പിരിവായി ഉണ്ടാകൂ എന്നും തോമസ് ഐസക് വിശദീകരിച്ചു. ഈ ആക്ഷേപങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. അവ കേരളത്തിന്റെ വികസന മുന്നേറ്റത്തെ തകർക്കുന്നതിനുള്ള കുൽസിത നീക്കങ്ങൾ മാത്രമാണ്. കിഫ്ബി ടോളുകളൊന്നും പിരിക്കാത്ത ഒരു വികസന മാതൃകയാണ്. അത് അങ്ങനെയായിരുന്നു അത് വിഭാവന ചെയ്തത്. 10-15 വർഷത്തിനുള്ളിൽ തവണകളായിട്ടാണ് സർക്കാർ കൊടുക്കുക. ആനുവൽ പേയ്മെന്റ്. അപ്പം അതിന് ടോളില്ല. അങ്കമാലി നഗരസഭാ ചെയർമാനായി KPCC അംഗം അഡ്വക്കേറ്റ് ഷിയോ പോൾ ചുമതലയേറ്റു. UDF-ലെ ധാരണ പ്രകാരം മാത്യു തോമസ് രാജിവെച്ച ഒഴിവിലാണ് ഷിയോ പോൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. രാവിലെ 11:30 നഗരസഭാ കൗൺസിൽ ഹാളിലായിരുന്നു തെരഞ്ഞെടുപ്പ്. 3ാം തവണയാണ് ഷിയോ പോൾ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.